വത്തിക്കാനിൽ നടന്ന വിശുദ്ധ പത്രോസ് പൗലോസ് ശ്ലീഹന്മാരുടെ തിരുനാൾ തിരുക്കർമ്മങ്ങൾക്കിടയിൽ ലിയോ പാപ്പ ധരിച്ച മനോഹരമായ തിരുമുടി രൂപകൽപ്പന ചെയ്തത് മലയാളി വൈദികൻ ഉൾപ്പെട്ട 3 അംഗ സംഘമാണ്. തൃശൂർ സ്വദേശിയും CMI സന്യാസമാംഗവുമായ ഫാദർ ഡിറ്റോ സുപ്രത്ത് ആണ് ഈ അപൂർവ നേട്ടത്തിലൂടെ കേരളത്തിന് അഭിമാനമായി മാറിയത്. മിലാനിലെ പ്രശസ്തമായ സ്കൂള ബീറ്റോ അഞ്ചലിക്കോയിലെ കലാകാരന്മാരായ ബിയാട്രിസ്, ഗയ എന്നിവരും ഫാദർ ഡിറ്റോയ്ക്കൊപ്പം ഈ ദൗത്യത്തിൽ പങ്കാളികളായിരുന്നു. ഏതാണ്ട് 3 മാസക്കാലത്തെ അതീവ സൂക്ഷ്മതയോടെയുള്ള കഠിനാധ്വാനത്തിന്റെ ഫലമായാണ് ഈ തിരുമുടി പൂർത്തിയായത്. ആഡംബരപൂർണമായ ഡമാസ്ക് തുണിയിൽ പൂർണ്ണമായും കൈകൊണ്ട് സ്വർണ്ണനൂൽ ഉപയോഗിച്ചാണ് ഇത് തുന്നിയൊരുക്കിയത്. പാരമ്പര്യ സഭാകലകളുടെ ഉത്കൃഷ്ടമായ നിലവാരവും പ്രൗഢിയും വിളിച്ചോതുന്നതാണ് ഇതിന്റെ ഓരോ ഡിസൈനുകളും. പ്രശസ്ത കലാകാരൻ കൂടിയായ ഫാദർ ഡിറ്റോ സുപ്രത്തിന്റെ പങ്ക് ഈ സംരംഭത്തിൽ ഏറെ നിർണായകമായിരുന്നു. ചെറുപ്പം മുതലേ ചിത്രകലയോട് ഒരുപാട് താല്പര്യമുള്ള ഒരു വ്യക്തിയാണ്, പ്രത്യേകിച്ച് ചിത്രകലയോട്. അതിനാൽ 2024 തൃശൂർ ദേവമാതാ പ്രൊവിൻഷ്യൽ ഫാദർ ജോസ് നന്ദിക്കര CMI അച്ഛൻ എന്നെ ഇറ്റലിയിലേക്ക് ഐക്കോണോഗ്രഫി പഠിക്കുവാനായിട്ട് അയച്ചു. 1 വർഷത്തെ ഐക്കോണോഗ്രഫി പഠനത്തിന് ശേഷം ഇപ്പോൾ മിലാനിൽ സ്കോള ബയോട്ടോ ആഞ്ചലിക്കോ എന്ന ഇൻസ്റ്റിറ്റ്യൂഷനിൽ റിലീജിയസ് ആർട്സ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് ഈ ദിവസങ്ങളിൽ നമ്മുടെ പരിശുദ്ധ പിതാവ് ലയോ 14 മാർപ്പാപ്പയ്ക്ക് വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക തൊപ്പി നിർമ്മിക്കുവാനായിട്ട് ഞങ്ങൾക്ക് സാധിച്ചു. എന്നെ പഠിപ്പിക്കുന്ന 2 ടീച്ചേഴ്സ് ബയാത്രീച്ച്, ഗായ എന്ന 2 പേരോട് കൂടെ ചേർന്ന് നിന്നുകൊണ്ട് ആ പരിശുദ്ധ പിതാവിൻ്റെ ഔദ്യോഗിക തൊപ്പി തയ്യാറാക്കുവാനായിട്ട് സാധിച്ചതിൽ പ്രത്യേകമായിട്ട് ദൈവത്തോട് നന്ദി പറയുന്നു. അങ്ങനൊരു അവസരം, ഇങ്ങനെ ഒരു ഭാഗ്യം ലഭിച്ചതിൽ വളരെയധികം നന്ദിയുള്ളവനാണ്. നമുക്കറിയാം, ഓരോ പ്രവൃത്തി ചെയ്യുമ്പോഴും അതിൻ്റേതായ ശാരീരികമായ ബുദ്ധിമുട്ടുകൾ നമുക്കുണ്ടാകും. ഞങ്ങൾ ഏകദേശം ഒരു 3 മാസത്തോളം 8 മണിക്കൂറോളം കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്തിട്ടാണ് ഞങ്ങളുടെ കൈകൊണ്ട് തുന്നിക്കൊണ്ടാണ് ആ ഒരു ഔദ്യോഗിക തൊപ്പി പരിശുദ്ധ പിതാവിന് സമർപ്പിച്ചത്. അപ്പോൾ അദ്ദേഹം കഴിഞ്ഞ ദിവസം 29-ാം തീയതി വിശുദ്ധ പത്രോസ് പൗലോസ് ശ്ലീഹന്മാരുടെ തിരുനാൾ ദിവസം വത്തിക്കാനിലെ പരിശുദ്ധ കുർബാനയ്ക്ക് അദ്ദേഹം അത് ധരിച്ചപ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമായി. നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തികളിലും ദൈവം നമുക്ക് ആ ഒരു സന്തോഷം തിരിച്ചു തരുമ്പോൾ ഏറ്റവും നന്ദിയുള്ളവരാകുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ഇറ്റലിയിലെ ബെനഡിക്റ്റിൻ ഐക്കണോഗ്രാഫി കേന്ദ്രങ്ങളിൽ നിന്ന് ചിത്രകലയിൽ പ്രാവീണ്യം നേടിയ അദ്ദേഹം നിലവിൽ സ്കൂള ബീറ്റോ ആഞ്ചലിക്കോയിലാണ് സേവനമനുഷ്ഠിക്കുന്നത്. ഈ വിശിഷ്ടമായ തിരുക്കർമ്മ വസ്ത്രത്തിന്റെ നിർമ്മാണ വേളയിലുടനീളം സംഘത്തെ നയിച്ചതും അവർക്ക് ആത്മവിശ്വാസം നൽകിയതും ഈ മലയാളി വൈദികനായിരുന്നു.